ഇത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട്. ഹരിതരാഷ്ട്രീയത്തിന്റെ നേരും നെറിയുമുള്ള നാട്. ഒരുപാട് മഹാരഥന്മാരിലൂടെ കൈമാറിക്കിട്ടിയ പച്ചപതാക പാറിപ്പറക്കുന്ന നാട്. ഈ നാട്ടിലാണ് ഉബൈദ് ചങ്ങലേരി എന്ന നേതാവിന്റെ പിറവി. ചങ്ങലേരി എന്ന കൊച്ചു ഗ്രാമത്തിൽ ജനിച്ച് ഉയരങ്ങളിലേക്ക് കുതിച്ച യുവ നേതാവായിരുന്നു അദ്ദേഹം. വളരെ സംഭവബഹുലമായ ഒരു ജീവിതമായിരുന്നു ഉബൈദ് ചങ്ങലേരിയുടേത്. കുറഞ്ഞ സമയം 42 വർഷകാലമേ അദ്ദേഹത്തിന് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റിയിട്ടുള്ളൂ. ആ കുറഞ്ഞ ജീവിതത്തിൻ്റെ ഇടയിൽ അദ്ദേഹം വഹിച്ച സ്ഥാനങ്ങൾ MSFലും അതുപോലെ തന്നെ പാർട്ടിയിലും അദ്ദേഹം വഹിച്ച സ്ഥാനങ്ങൾ കുറച്ചൊന്നുമല്ല. പഞ്ചായത്ത് പ്രസിഡന്റ് വരെ എത്താൻ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞു. കുമരംപുത്തൂർ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായി അദ്ദേഹം വന്നു. അതുപോലെ തന്നെ ഒരു കേവലം സ്ഥാനങ്ങൾ വഹിച്ചു എന്നല്ല, ആ ഇരിക്കുന്ന സമയത്ത് അറിയപ്പെടുന്ന നല്ല ഒരു ഭരണ നൈപുണ്യമുള്ള, ഭാവനയുള്ള, കഴിവുള്ള ഒരു നല്ല യുവജന നേതാവായി അദ്ദേഹം മാറി എന്നുള്ളതാണ് ഉബൈദിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ദാരിദ്ര്യത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും ബാല്യം. 7ാം ക്ലാസ്സിൽ പഠനം അവസാനിപ്പിച്ച ശേഷം 3 വർഷത്തോളം പള്ളി ദറസിൽ ഓതിപ്പടിച്ചു. പിന്നീട് സ്വന്തം പ്രയത്നത്താൽ 10ാം തരം പരീക്ഷ എഴുതുകയും വിദ്യാഭ്യാസ വഴികളിൽ മുന്നോട്ട് നീങ്ങുകയും ചെയ്തു. അദ്ദേഹം രാത്രി അർദ്ധരാത്രി എൻ്റെ വീട്ടിൽ വന്ന് ഞാൻ എപ്പോഴും ആലോചിക്കും. 12:30 മണിക്കാണ് ഉബൈദ് ചങ്ങലേരിയിലേക്ക് ഫോൺ ചെയ്യുന്നത്. ഞാൻ ഉറങ്ങിയിരുന്നു. ഫോൺ അടുത്ത് വെച്ചത് കൊണ്ട് ബെല്ലടിച്ചപ്പോൾ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ഉബൈദ് ചങ്ങലേരിയാണ്. എൻ്റെ ഉബൈദ് എന്ന് ചോദിച്ചപ്പോൾ ഞാനൊന്നങ്ങോട്ട് വീട്ടിലേക്ക് വന്നാൽ നിങ്ങൾക്ക് പ്രയാസമുണ്ടോ ചോദിച്ചു. ഈ വന്നാൽ ഒരു പ്രയാസമില്ല, എനിക്ക് എപ്പോഴും വരാമല്ലോ. ഇപ്പോൾ എവിടുന്നാണ് വിളിക്കണമെന്ന് ചോദിച്ചു. ഞാൻ ചെളുപ്പശ്ശേരിന്നാണ് വിളിക്കണമെന്ന് പറഞ്ഞു. എങ്ങനെ ചെളുപ്പശ്ശേരി എത്തി ചോദിച്ചു. ഞാൻ CMA കരീം സാഹിബിനെ കണ്ടിട്ടാണ് വരുന്നത്. അപ്പം നിങ്ങളടുത്ത് വന്നാൽ നമ്മുടെ ഓഫീസിൻ്റെ സ്ഥലം വാങ്ങിക്കാൻ നാളെ അഡ്വാൻസ് കൊടുക്കണം. അതിനൊരു 10,000 റുപ്യ നിങ്ങളടുത്ത് വാങ്ങാൻ വേണ്ടി കരീമക്ക പറഞ്ഞു. വായ പറഞ്ഞു. ഞാൻ പിന്നെ എണീറ്റ് വാതിലൊക്കെ തുറന്ന് 1/2 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഉബൈദും ഡ്രൈവറും കൂടി ഒരു കാറിലെത്തി. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഈ രാത്രി പാതിരാക്ക് പോലും ഈ പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ഓടുന്ന ഉബൈദിൻ്റെ ചരിത്രം ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. മണ്ണാർക്കാട് MES കല്ലടി കോളേജിൽ നിന്ന് ബിരുദ പഠനവും പൂർത്തിയാക്കി. വിദ്യാർത്ഥിയായ കാലം മുതൽക്ക് തന്നെ MSFൽ സജീവമായ അദ്ദേഹം സർഗാത്മകമായ കഴിവുകളാലും ശ്രദ്ധേയനായിരുന്നു. അസാമാന്യമായ നേതൃമികവിലൂടെ MSF മണ്ഡലം, ജില്ലാ നേതൃനിരയിലേക്ക് അതിവേഗം വളർന്ന ഉബൈദ് വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് ഉൾപ്പെടെ വിദ്യാർത്ഥി പക്ഷത്തു നിന്ന് ഒട്ടേറെ പദ്ധതികൾ നടപ്പിലാക്കി. ഒരുപാട് നല്ല ഓർമ്മകൾ നമുക്ക് നൽകി അനുകരണീയമായ മാതൃകകൾ സമ്മാനിച്ചിട്ടാണ് ഉബൈദ് പോയിട്ടുള്ളത്. ഒരുപക്ഷെ പ്രാദേശിക രാഷ്ട്രീയത്തിൽ ഒരു സാധാരണക്കാരനായി വരികയും സാധാരണക്കാരോടൊപ്പം സാധാരണക്കാരനായി ജീവിക്കുകയും അവരോടൊപ്പം ചേർന്ന് നടക്കുകയും ചെയ്ത ഒരാൾ തൻ്റെ അതുല്യമായ പ്രതിഭാവിലാസം കൊണ്ട് വിവിധ മേഖലകളിലേക്ക് കയറി പോകുമ്പോഴും തനതായ സവിശേഷതകളും ഒരു വ്യക്തി എന്ന നിലയിൽ തൻ്റെ സവിശേഷമായ വ്യക്തിത്വമൊക്കെ ഉയർത്തിപ്പിടിക്കാൻ ഉബൈദിന് സാധിച്ചിട്ടുണ്ട്. ജില്ലയിലെ MSFന്റെ സുവർണ കാലമായിരുന്നു ആ ഉബൈദിയൻ കാലം. MSF സംസ്ഥാന വൈസ് പ്രസിഡന്റ് പദവി ഉൾപ്പെടെ ഒട്ടേറെ പദവികൾ ഉബൈദിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായിരുന്നു. രാഷ്ട്രീയത്തിന് വേണ്ടിയുള്ള ജനസേവനത്തെക്കാൾ ജനസേവനത്തിന് വേണ്ടിയുള്ള രാഷ്ട്രീയം ഉബൈദ് തെരഞ്ഞെടുത്തു. രാഷ്ട്രീയത്തോടൊപ്പം തന്റെ സർഗവൈഭവത്തെ സമുദായത്തിന്റെയും പ്രസ്ഥാനത്തിന്റെയും പാതയിൽ അദ്ദേഹം വിനിയോഗിച്ചു. നിരവധി മാപ്പിളപ്പാട്ടുകളും പ്രസ്ഥാനിക ഗാനങ്ങളും അദ്ദേഹം എഴുതി. വളരെ ചെറുപ്പത്തിൽ തന്നെ കുമരംപുത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായ അദ്ദേഹം നാട്ടുകാർക്ക് ഏറെ പ്രിയങ്കരനായിരുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ പല അനുഭവങ്ങളുടെ സന്ദർഭങ്ങളിൽ പ്രിയപ്പെട്ട ഉബൈദിൻ്റെ ഓർമ്മകൾ നമ്മളിലേക്കൊക്കെ കടന്നു വരുന്നുണ്ട്. അങ്ങനെ എപ്പോഴും നമ്മുടെ ഓർമ്മകളിലേക്ക് വരാൻ മാത്രമുള്ള ആഴമേറിയ ഊഷ്മളമായ ഒരു സൗഹൃദം ഉബൈദ്
പരിചയപ്പെട്ടവരോടൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ പ്രിയപ്പെട്ട സുഹൃത്തിനെ കുറിച്ചുള്ള സ്മരണകൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഇടയ്ക്കിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഉബൈദും ഞാനും തമ്മിൽ ഉള്ള സൗഹൃദത്തിൻ്റെ അടിസ്ഥാനപരമായ കാരണം ഞാനൊരു കലാപ്രവർത്തകൻ ആണ് എന്നതുപോലെ തന്നെ ഉബൈദും സാഹിത്യ കലാ മേഖലകളിൽ താല്പര്യമുള്ള ഒരാളായിരുന്നു എന്നുള്ളതാണ്. മാരകരോഗം അവസാന ശ്വാസമെടുക്കുന്നതുവരെ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിനും ജനങ്ങൾക്കും വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചു. ഞാനൊന്ന് ഓർക്കുകയാണ്, ഉബൈദ് വളരെ പ്രയാസപ്പെട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു സന്ദർഭം. അന്ന് ഇവിടെ ഈ സുസ്ലോണുമായി ബന്ധപ്പെട്ട് അട്ടപ്പാടിയിലെ ആദിവാസി ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അന്നൊരു സമരം നടന്നിരുന്നു. ഉബൈദ് MES ഹോസ്പിറ്റലിലാണ് പെരിന്തൽമണ്ണയിൽ. അങ്ങനെ ഞാനിവിടെ വന്ന് മണ്ണാർക്കാട് താലൂക്ക് ഓഫീസ് പരിസരത്ത് ആ സമരമൊക്കെ ഉദ്ഘാടനം ചെയ്ത് സമരം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഉബൈദിന്റെ അടുത്ത് കയറി. അപ്പോൾ ഒരു അർദ്ധ ബോധാവസ്ഥയിലാണ് ഉബൈദ് കിടക്കുന്നത്. ഇടയ്ക്കൊരു ബോധം വരും, വീണ്ടും ബോധം മറഞ്ഞു പോകും. വീട്ടുകാരൊക്കെ അടുത്ത് തന്നെ ഉണ്ട്. കുറച്ചു നേരം ഞാൻ അവിടെ മൗനിയായി നിന്നു. പക്ഷെ പെട്ടെന്നൊരു ഒരു ബോധത്തിൽ ഉബൈദ് എന്നെ തിരിച്ചറിഞ്ഞു. ഞാനാണ് എന്ന് ഉബൈദിന് മനസ്സിലായി. രോഗം വളരെ മൂർച്ഛിച്ച്, സത്യത്തിൽ അത് മരണത്തിന്റെ 2 ദിവസം മുമ്പാണ്. അങ്ങനെ ആ ഓർമ്മയിലും ഉബൈദ് ചോദിക്കുന്നത് പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ്. അദ്ദേഹം വേച്ച് പറഞ്ഞത് പ്രോഗ്രാം എങ്ങനെ ഉണ്ടായിരുന്നു, സമരം നന്നായോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഒരു ബോധ മനസ്സിൽ അങ്ങനെയുണ്ട്, ഇന്നിങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്നും അതിന് ഞങ്ങളൊക്കെ വരുന്നുണ്ടെന്നുള്ളതും ഉബൈദിന് അറിയാം. പിന്നെ ഒരു ബോധം തിരിച്ചു വന്നപ്പോൾ പോലും മരണാസന്നനായി കിടക്കുമ്പോഴും ഉബൈദ് തൻ്റെ ആ സംഘടനാ രംഗത്തുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് ചിന്തിച്ചു, അതിനെക്കുറിച്ച് ചോദിച്ചു എന്നുള്ളത് അന്ന് സത്യത്തിൽ എനിക്ക് വലിയ വിഷമുണ്ടാക്കിയ സംഗതിയാണ്. അത്രയേറെ ആത്മാർത്ഥത നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി നൽകിയ ഒരു പൊതുപ്രവർത്തകനാണ്. 42-ാമത്തെ വയസ്സിലാണ് ആ ധന്യമായ ജീവിതം ഈ ലോകത്തോട് വിട പറഞ്ഞത്.